ഹായ് വ്യൂവേഴ്സ്, മൈ ചാനൽ AG2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കുടുംബസമേതം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോന്ന ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പോയ ദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ മഴ, ദേവീ ദർശനം, നല്ല സുന്ദരമായ ദർശനം കിട്ടി. അപ്പോൾ നമുക്കിന്ന് മൂകാംബിക ദേവി ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യങ്ങളെ പറ്റി ഒന്ന് അറിയാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്തിയത് തിങ്കളാഴ്ച ആണ്. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം സ്വർണ്ണ രഥോത്സവവും അതുപോലെ തന്നെ ഞായറാഴ്ച രാവിലെ ദേവ രഥോത്സവവും കാണാൻ വേണ്ടി സാധിച്ചു. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി. 2 ദിവസങ്ങളിലായിട്ടുള്ള ആ 2 രഥോത്സവത്തിൻ്റെ വീഡിയോ കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ആരാധിച്ചു വരുന്ന പരാശക്തിയുടെ ഒരു രൂപമാണ് മൂകാംബിക. വിശ്വപ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി എന്ന രീതിയിൽ പ്രസിദ്ധമാണ് ഈ ദേവി. വിശ്വാസപ്രകാരം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ പ്രധാനപ്പെട്ട 3 ദേവീ സങ്കല്പങ്ങളുടെ സംഗമരൂപമാണ് മൂകാംബിക. ഇതുകൂടാതെ ത്രിമൂർത്തികളുടെ സങ്കല്പവും ഇവിടെയുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കൂടാതെ വേറെയും പലയിടങ്ങളിൽ ഈ ദേവിക്ക് ക്ഷേത്രങ്ങളുണ്ട്. അവയിൽ ഭൂരിഭാഗവും കേരളത്തിലാണെന്നത് ശ്രദ്ധേയമാണ്. മൂകാംബിക ദേവിക്ക് കേരളത്തോടും കേരളീയരോടുമുള്ള സ്നേഹത്തെക്കുറിച്ച് നിരവധി കഥകളുണ്ട്. എന്നെങ്കിലും മലയാളികൾ വരാതായാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്ന വിശ്വാസം വരെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഗോകർണത്തിനും കന്യാകുമാരിക്കുമിടയിൽ സ്ഥിതി ചെയ്തിരുന്ന പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പരശുരാമൻ കുടിയിരുത്തിയ 4 അംബികമാരിൽ വടക്കേ അറ്റം കാക്കുന്ന അംബികയായിരുന്നു മൂകാംബിക എന്നാണ് സങ്കല്പം. തെക്കേ അറ്റം കന്യാകുമാരിയിലെ ബാലാംബികയും പടിഞ്ഞാറേ അറ്റം കൊടുങ്ങല്ലൂരിലെ ലോകാംബികയും കിഴക്കേ അറ്റം പാലക്കാടിനടുത്ത് കല്ലേക്കുളങ്ങരയിലെ ഹേമാംബികയും ആണെന്ന് സങ്കല്പമുണ്ട്. ഗുരുവായൂരപ്പനെയും അയ്യപ്പനെയും പോലെ കേരളീയ ഹൈന്ദവരുടെ പ്രധാന ആരാധനാമൂർത്തികളിലൊരാളാണ് മൂകാംബികാ ദേവി. കലകളുടെ അമ്മ എന്നാണ് മൂകാംബിക അറിയപ്പെടുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ശിവശക്തി ഐക്യരൂപേണ കുടികൊള്ളുന്ന മൂകാംബികാ ദേവി രാജ്ഞിയായും ബാലികയായും ആരാധിക്കപ്പെടുന്നുണ്ട്. 3 ഭാവങ്ങളോട് കൂടിയ ദേവിയാണെങ്കിലും മൂകാംബികാ ദേവിക്ക് 3 സമയങ്ങളിൽ 3 രീതിയിലുള്ള പ്രത്യേക പൂജയില്ല. ഭക്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സങ്കല്പിക്കാം. മൂകാംബിക ഭക്തർക്ക് ശക്തിയും വിദ്യയും ഐശ്വര്യവും നൽകുമെന്നാണ് ഫലം. മഹാസരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രമായതിനാൽ ഭഗവതിയെ ഉപാസിച്ചാൽ കലാസാഹിത്യ തൊഴിൽ മേഖലകളിൽ ഉയർച്ച ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതിനാൽ വിദ്യാർത്ഥികളും കലാസാഹിത്യ സിനിമാ മേഖലയിലെ പ്രമുഖരും മൂകാംബിക ക്ഷേത്രത്തിൽ ധാരാളമായി സന്ദർശിക്കുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ മൂകാംബിക ദർശനം നടത്തിയാൽ വിദ്യാഭ്യാസം, ഉന്നതിയും ബുദ്ധിശക്തിയും വാക്ചാതുരിയും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. പലരുടെയും അനുഭവവും മഹാലക്ഷ്മി പ്രധാനമായ ക്ഷേത്രമായതിനാൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും ബിസിനസ്, തൊഴിൽ രംഗത്തെ ഉയർച്ചകൾക്കും സാമ്പത്തിക തകർച്ചകൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്ന് വിശ്വസിച്ചു പോരുന്നു. കാളി സാന്നിധ്യം വഴി ഭക്തർക്ക് എന്തും തരണം ചെയ്യാനുള്ള ശക്തിയും വീര്യവും രോഗമുക്തിയും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ലോകനാഥിയായ ആദിപരാശക്തി തന്നെയാണ് മൂകാംബിക. പരമാത്മാവും പ്രകൃതിയും വികൃതിയും ബുദ്ധിയും കലാകാവ്യങ്ങളും പരബ്രഹ്മവും കുണ്ടലിനി ശക്തിയുമെല്ലാം ഭഗവതി എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ദുർഗതി ആയിട്ടാണ് ദുർഗയെ സങ്കല്പിച്ചിരിക്കുന്നത്. നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള ഈശ്വരൻ്റെ പ്രചോദനമായ ഇച്ഛാശക്തി, ക്രിയാശക്തി,
ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമാണ് ദേവിയുടെ 3 പ്രധാന ഭാവങ്ങൾ. അങ്ങനെ ഇവയെല്ലാം ചേർന്ന ഭാവമായി മൂകാംബികയെ കണ്ടുവരുന്നു. ബഹുബേര സമ്പ്രദായം അനുവർത്തിച്ചു വരുന്ന, അതായത് ഒരേ ശ്രീകോവിലിൽ ഒന്നിലധികം വിഗ്രഹങ്ങൾ പൂജിച്ചു വരുന്ന ഒരു സങ്കല്പമാണ് മൂകാംബികാ ദേവിയുടേത്. സ്വർണരേഖയോടുകൂടിയ സ്വയംഭൂവായ ഒരു ജ്യോതിർലിംഗവും ദേവിയുടെ വാസസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ശ്രീചക്രവും അടങ്ങുന്നതാണ് ദേവിയുടെ മൂലസങ്കല്പം. കൂടാതെ ഏകദേശം 4 അടി ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ ഒരു വിഗ്രഹവും ഇവിടെയുണ്ട്. 4 കൈകളോടുകൂടി പുറകിലെ വലതുകൈയിൽ ശ്രീചക്രവും പുറകിലെ ഇടതുകൈയിൽ ശംഖും മുന്നിലെ ഇടതുകൈയിൽ അഭയമുദ്രയും മുന്നിലെ വലതുകൈയിൽ വരദമുദ്രയും ധരിച്ച് 2 കാലുകളും മടക്കി വച്ചിരിക്കുന്ന ദേവിയുടെ രൂപത്തിലാണ് ഈ വിഗ്രഹം. ഇതിൽ ആദ്യത്തെ രൂപങ്ങൾ പരശുരാമനും രണ്ടാമത്തെ രൂപം ആദിശങ്കരാചാര്യനും പ്രതിഷ്ഠിച്ചതാണെന്ന് ഐതിഹ്യമുണ്ട്. ഈ 3 രൂപങ്ങളും കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെയുള്ള ജ്യോതിർലിംഗം അതിവിശേഷമാണ്. ശ്രീചക്രപീഠത്തിൽ മുകളിൽ സ്വർണരേഖയോടുകൂടിയ ഈ ജ്യോതിർലിംഗത്തെ മേൽപ്പറഞ്ഞ രേഖ 2ആയി പകുത്തിയിട്ടുണ്ട്. ഇതിൽ വലത്തേ ഭാഗം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളെയും ഇടത്തുഭാഗം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ പരാശക്തിയുടെ 3 രൂപങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ജ്യോതിർലിംഗത്തിൻ്റെ നേരെ മുകളിലായല്ല സ്വർണരേഖയുള്ളത്, മറിച്ച് അല്പം വലത്തോട്ട് മാറിയാണ്. അതിനാൽ ദേവീ ദേവന്മാരെ പ്രതിനിധീകരിക്കുന്ന ഭാഗത്തിന് വലിപ്പം കൂടുതലാണ്. ഇതു കാരണമാണ് ദേവീ പ്രാധാന്യമുള്ള സ്ഥലമായി മൂകാംബികാ ക്ഷേത്രം മാറിയത്. എങ്കിലും ത്രിമൂർത്തികളെ, അവരിൽ തന്നെ വിശേഷിച്ച് ശിവനെ ഇവിടെ തുല്യ പ്രാധാന്യത്തോടെ ആരാധിച്ചു വരുന്നുണ്ട്. ശിവശക്തി ഐക്യരൂപേണയാണ് ദേവിയെ കണ്ടുവരുന്നത്. അതിനാൽ തന്നെ മൂകാംബികാ ക്ഷേത്രം 108 ശിവാലയങ്ങളിലും 108 ദുർഗാലയങ്ങളിലും ഒരേ സമയം ഇടം പിടിച്ചിട്ടുണ്ട്. സാമീപ്യത്തിൽ കുടികൊള്ളുന്നതിനാൽ ദേവിയെ പാർവതിയായും കണക്കാക്കി വരുന്നു. ഇങ്ങനെ ദേവിയുടെ എല്ലാവിധ രൂപങ്ങളെയും ഒന്നിച്ചു കാണുന്നതിനാൽ മൂകാംബികാ ദർശനം അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ജഗദംബികയായ മൂകാംബികാ ദേവിയെ തൊഴുതു വണങ്ങാനായി എല്ലാ ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മൂകാംബികാ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ വിദ്യാദായിനിയായ മൂകാംബികയുടെ മുന്നിൽ നിത്യേന ഒരുപാട് കുരുന്ന് കുട്ടികൾ എഴുത്തിന് ഇരുത്തപ്പെടുകയും ചെയ്യുന്നു. സർവൈശ്വര്യ പ്രധാനിയായ മൂകാംബികാ ദേവിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.